നമസ്കാരം. പ്രവാസി മലയാളിയിലേക്ക് സ്വാഗതം. യുക്രൈനെതിരെയുള്ള റഷ്യൻ അധിനിവേശം 8ാം ദിവസം പിന്നിട്ടിരിക്കുകയാണ്. പലയിടങ്ങളിലും വെടിയൊച്ചകൾ കേട്ടുകൊണ്ടേയിരിക്കുന്നു. ഇത്തരത്തിൽ ഭീതിജനകമായ വാർത്തകൾ കേട്ടുകൊണ്ടാണ് ലോകം ഉണരുന്നത്. അങ്ങനെ റഷ്യൻ അധിനിവേശം നേരിടുന്ന യുക്രൈൻകാർക്ക് കനത്ത തിരിച്ചടിയായി UAEയുടെ തീരുമാനം. യുക്രൈനിൽ നിന്നുള്ള ടൂറിസ്റ്റുകൾക്ക് വിസയില്ലാതെ തന്നെ UAEയിലേക്ക് വരാൻ സാധിക്കുമായിരുന്നു ഇതുവരെ. എന്നാലോ ഈ ഇളവ് UAE ഭരണകൂടം റദ്ദാക്കിയിരിക്കുകയാണ്. റഷ്യക്കെതിരായ പ്രമേയത്തിൽ വോട്ട് ചെയ്യാതെ ഐക്യരാഷ്ട്രസഭ രക്ഷാസമിതിയിൽ നിന്ന് വിട്ടുനിന്നതിന് പിന്നാലെയാണ് UAEയുടെ ഇത്തരത്തിലുള്ള നടപടി പുറത്തു വന്നിരിക്കുന്നത്. UAEയിലുള്ള യുക്രൈൻകാർ കടുത്ത നിരാശയോടെയാണ് വിഷയത്തിൽ പ്രതികരിച്ചത്. യുക്രൈന് മാനുഷിക സഹായം UAE പ്രഖ്യാപിച്ചിട്ടുമുണ്ട്. യുക്രൈനിൽ നിന്ന് ആയിരങ്ങളാണ് പലായനം ചെയ്യുന്നത്. ഈ വേളയിൽ UAE വിസ ഇളവ് റദ്ദാക്കുകയാണ് ചെയ്തിരിക്കുന്നത്. അടുത്ത കാലത്തായി റഷ്യയോട് വലിയ മമത കാണിക്കുകയാണ് UAE. അമേരിക്കൻ സൈനികരുടെ ക്യാമ്പുള്ള രാജ്യം കൂടിയാകുന്നു UAE. യമനിൽ നിന്നുള്ള ആക്രമണം ചെറുക്കാൻ വേണ്ടി UAEയെ സഹായിക്കാൻ അമേരിക്ക പ്രത്യേക ഇടപെടലും നടത്തിയിരുന്നു. എന്നാൽ യുക്രൈൻ വിഷയത്തിൽ അമേരിക്കൻ നിലപാടുകൾക്കൊപ്പമല്ല UAE നിലകൊണ്ടത്. റഷ്യക്കെതിരായ നീക്കത്തെ ഐക്യരാഷ്ട്രസഭ രക്ഷാസമിതിയിൽ UAE പിന്തുണച്ചിട്ടുമില്ല. നിക്ഷേപ കാര്യങ്ങളിൽ റഷ്യയുമായി വലിയ അടുപ്പമാണ് UAE കാണിക്കുന്നത്. മാത്രമല്ല എണ്ണ വിതരണ രംഗത്തും ഇരു രാജ്യങ്ങളും സഹകരിക്കുകയും ചെയ്യുന്നു. യുക്രൈൻ വിഷയത്തിൽ UAE ഇതുവരെ പക്ഷം പിടിച്ചിട്ടുമില്ല. ചർച്ചയിലൂടെ പ്രശ്നങ്ങൾ പരിഹരിക്കണമെന്നാണ് UAEയുടെ നിലപാട്. ഇതിനിടെയാണ് UAE യുക്രൈൻകാർക്ക് വിസാ നിയന്ത്രണം ഏർപ്പെടുത്തിയിരിക്കുന്നത്. UAEയിലേക്ക് വിസയില്ലാതെ തന്നെ യുക്രൈൻകാർക്ക് വരാൻ സാധിക്കുമായിരുന്നു. 1 മാസം വരെ UAEയിൽ താമസിക്കാനും അനുമതി ഉണ്ടായിരുന്നു. ഈ ഇളവാണ് റദ്ദാക്കിയിരിക്കുന്നത്. യുക്രൈനിലേക്ക് വരുന്ന യുക്രൈൻകാർ എത്രയും പെട്ടെന്ന് വിസയ്ക്ക് വേണ്ടി അപേക്ഷിക്കണം എന്നാണ് പുതിയ നിർദ്ദേശം. UAEയിലെ യുക്രൈൻ എംബസി ഇത് സംബന്ധിച്ച നിർദ്ദേശം നൽകി. നിലവിൽ UAEയിലുള്ള യുക്രൈൻകാർക്ക് പ്രശ്നമില്ല. UAEയുടെ പുതിയ തീരുമാനം പാശ്ചാത്യ ലോകത്ത് വലിയ ചർച്ചയായിരിക്കുകയാണ്. എന്നാൽ ഇതുവരെ അധികൃതർ മാധ്യമങ്ങളോട് പ്രതികരിച്ചിട്ടില്ല. കഴിഞ്ഞ ദിവസം UAE കിരീടാവകാശി ഷെയ്ഖ് മുഹമ്മദ് ബിൻ സായിദ് അൽ നഹ്യാൻ റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിനുമായി ഫോണിൽ ചർച്ച നടത്തിയിരുന്നു. ഇരു രാജ്യങ്ങളും തമ്മിൽ ബന്ധം ശക്തമാക്കേണ്ട കാര്യങ്ങളായിരുന്നു ചർച്ചയിൽ ഉണ്ടായിരുന്നത്. UAEയുടെ തീരുമാനത്തിൽ UAEയിലെ യുക്രൈൻകാർ കടുത്ത നിരാശ രേഖപ്പെടുത്തി രംഗത്തെത്തിയിട്ടുണ്ട്. സഹായിക്കേണ്ട സമയത്ത് UAE ഇങ്ങനെ ചെയ്യുന്നത് ക്രൂരതയാണ് എന്ന് ദുബായ് ഫെസ്റ്റിവലിനെത്തിയ യുക്രൈൻകാർ അന്തർദേശീയ മാധ്യമങ്ങളോട് പറഞ്ഞു. അമേരിക്കയും യൂറോപ്യൻ രാജ്യങ്ങളും റഷ്യക്കെതിരെ കടുത്ത നിലപാടുമായി രംഗത്ത് വന്നിട്ടുണ്ട്. എന്നാൽ UAE റഷ്യക്കെതിരെ ഇതുവരെ സംസാരിച്ചിട്ടില്ല. ഇതിനിടെ യുക്രൈൻ നഗരമായ കെർസൺ റഷ്യൻ സൈന്യം നിയന്ത്രണത്തിലാക്കിയിരിക്കുകയാണ്. അധിനിവേശം തുടങ്ങിയ ശേഷം റഷ്യയുടെ നിയന്ത്രണത്തിലാകുന്ന ആദ്യ യുക്രൈൻ നഗരം കൂടിയാകുന്നത്. സർക്കാർ മന്ദിരങ്ങളും സമീപത്തെ കെട്ടിടങ്ങളുമെല്ലാം തകർത്താണ് റഷ്യൻ സൈന്യം യുക്രൈനിൽ പോരാടുന്നത്. കൂടുതൽ വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ.